الحمد لله رب العالمين. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا. ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥത്തിലുള്ള വിജയവും സന്തോഷവും സമാധാനവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ പടച്ച തമ്പുരാൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളെ അള്ളാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് മാസം അവസാനിച്ച് വിശുദ്ധ റമദാനിനോട് തൊട്ടടുത്തുള്ള
ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. റജബ് മാസത്തിന്റെ തലക്കെട്ട് അല്ലെങ്കിൽ അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്ന് എന്നുള്ള നിലക്ക് റജബ് മാസവുമായി ബന്ധപ്പെട്ടുള്ള ഖുർആനികമായ ആഹ്വാനം ലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ഈ മാസത്തിൽ നിങ്ങൾ സ്വന്തത്തോട് അക്രമവും അന്യായവും ചെയ്യരുത് എന്നതായിരുന്നു. ശഅബാനിലേക്ക് വരുമ്പോൾ ശഅബാനിന്റെ തലക്കെട്ട് അല്ലെങ്കിൽ ശഅബാൻ നമ്മോട് നടത്തുന്ന ആഹ്വാനം അല്ലെങ്കിൽ ശഅബാനിന്റെ സന്ദേശം എന്താണ് എന്ന് വിശദമാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹാബി വര്യനായിരുന്നു. 16-ാം വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൈയെടുത്ത് കാണാൻ ചേലില്ലാത്ത ഉസാമയെ വിവാഹം കഴിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി വിടവാങ്ങുമ്പോൾ പ്രമുഖരായ സഹാബികളൊക്കെ ഉണ്ടായിരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കത്തിന്റെ നായകനായി, സേനാനായകനായി അബൂബക്കറിനെ പോലെ ഉമറിനെ പോലെയുള്ള പ്രമുഖരായ സഹാബി വര്യന്മാരുടെ നേതാവായി നിശ്ചയിച്ചതിന് പിന്നാലെയാണ് റസൂലിന്റെ വഫാത്ത് ഉണ്ടായിട്ടുള്ളത്. റസൂൽ വഫാത്താകുമ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹുവിന് 20 വയസ്സ് മാത്രം പ്രായമാണുള്ളത്. അപ്പൊ ഒരു 20-കാരൻ ആ 20 വയസ്സുള്ള പ്രായത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇടപഴകാൻ അവസരങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തിയ ഒരു അന്വേഷണം, ആ അന്വേഷണത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രതികരണം, അതിൽ നിന്നാണ് ഇസ്ലാമിക സമൂഹത്തിന് ശഅബാൻ മാസം അതിന്റെ പ്രാധാന്യം എന്താണ് എന്നും ആ മാസത്തെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നുമൊക്കെയുള്ള പാഠങ്ങൾ ലഭ്യമാകുന്നത്. വളരെ ചെറുപ്പക്കാരനായ വളരെ യങ്ങായ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പർക്കത്തിനിടയിൽ ആ റസൂലിൽ നിന്ന് മാതൃകയായി സ്വീകരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന പാഠം ഈ ഹദീസിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമാം അഹ്മദും ഇമാം നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയും ഷെയ്ഖ് അൽബാനി സഹീഹാണ് ഹസനാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഹദീസിൽ ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹ്റൻ മിന അശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസങ്ങളിലും നോമ്പ് നോൽക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അങ്ങനെ എന്നാണ് അദ്ദേഹത്തിന്റെ അന്വേഷണം. റമദാനിലെ നിർബന്ധ നോമ്പിന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള 11 മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം നോമ്പെടുത്തിരുന്ന മാസമായി ശഅബാൻ മാസം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ അന്വേഷണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഉസാമയോട് പറഞ്ഞത്, ذاك شهر يغفل الناس عنه بين رجب ورمضان. ഈ മാസത്തിന്റെ ഒരു പ്രത്യേകത, റജബിനും റമദാനിനുമിടയിൽ ജനങ്ങൾ വിസ്മരിച്ചു പോകുന്ന, അശ്രദ്ധമായരായി പോകുന്ന മാസമാണ് ശഅബാൻ മാസം. പവിത്ര മാസങ്ങളിൽപ്പെട്ട മാസം എന്നുള്ള നിലക്ക് റജബിന്റെ ഒരു പ്രാധാന്യത്തെ ജനങ്ങൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ചും പവിത്ര മാസങ്ങളുടെ പ്രത്യേകത യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങൾ എന്നുള്ളതാണ്. എല്ലാവരും ആയുധങ്ങൾ താഴെ വെച്ച് മനുഷ്യരുടെ ജീവനും രക്തത്തിനും മുന്തിയ പരിഗണന നൽകി അത്തരത്തിലുള്ള കലഹങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും യുദ്ധ സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ വിട്ടകന്നു നിന്ന് അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസത്തിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുന്ന സന്ദർഭമാണ് റജബ് എന്ന് പറയുന്നത്. പിന്നീട് ഒരു മാസം കഴിഞ്ഞ് റമദാൻ മാസം കടന്നു വരുമ്പോൾ അത് പുണ്യങ്ങളുടെ പൂക്കാലമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മകളുടെ വസന്തകാലമാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായ ഒരു മാസമാണ്. ഇസ്ലാമിലെ വലിയ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു മാസമാണ്. സംഭവ ബഹുലമായ എല്ലാ അർത്ഥത്തിലും ആരാധനാപരമായും ചരിത്രപരമായും ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. ചില മാസങ്ങൾക്ക് ആരാധനാപരമായ പ്രാധാന്യം മാത്രമാണ് ഉണ്ടാവുക. കാരണം അതിലെ ചില സവിശേഷമായ സന്ദർഭങ്ങൾ, വളരെ സവിശേഷമായ പ്രധാനപ്പെട്ട ചില ആരാധനകൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിക്കുകയും ആ ആരാധനകൾക്ക് വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയും ചെയ്തതുകൊണ്ട് ആരാധനാപരമായ പുണ്യമുള്ളതായിരിക്കും, പ്രാധാന്യമുള്ളതായിരിക്കും ചില മാസങ്ങൾ. മറ്റു ചില മാസങ്ങൾ ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ളതായിരിക്കും. അത് രണ്ടും കൂടിയ അപൂർവം ചില മാസങ്ങൾ ആണുള്ളത്. റമദാൻ ഈ രണ്ട് പുണ്യങ്ങൾക്കും അപ്പുറത്ത് വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം എന്നുള്ള നിലക്ക്, ആ നിലക്ക് ബർക്കത്തുടയ മാസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ച ഒരു മാസമാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം റമദാനിനെ വരവേൽക്കുകയും അതിനെ കൈകാര്യം ചെയ്യുകയും അതിനെ വിനിയോഗിക്കുകയും ചെയ്യുന്ന കാര്യത്തിലും അശ്രദ്ധ വലിയ അളവിൽ സംഭവിക്കാറില്ല. പക്ഷേ ഇത് രണ്ടിനുമിടയിൽ പ്രാധാന്യമുണ്ടായിട്ടും പുണ്യമുണ്ടായിട്ടും ജനങ്ങൾ വിസ്മരിച്ചു പോകുന്ന, അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് യഥാർത്ഥത്തിൽ ശഅബാൻ മാസത്തിന്റെ പ്രാധാന്യം എന്ന് വിശദീകരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് സകല മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾ, അമലുകൾ, ആ അമലുകളുടെ റിപ്പോർട്ടുകൾ, റെക്കോർഡുകൾ അത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം. അതുകൊണ്ട് ഞാൻ എന്റെ അമൽ അള്ളാഹുവിലേക്ക് അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ റിപ്പോർട്ട് അവിടെ സമർപ്പിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ പരമാവധി ഞാൻ നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തെ സുന്നത്ത് നോമ്പുകൾ ധാരാളമായി എടുക്കാൻ ഉപയോഗപ്പെടുത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വ്യക്തമാക്കിയ ഈ കാര്യമാണ്, ഈ പ്രാധാന്യം അവിടെയുണ്ട്. അതല്ലാതെയും ശഅബാനിൽ സവിശേഷമായി നോമ്പനുഷ്ഠിക്കേണ്ടുന്ന സാഹചര്യം എന്ന് പറയുന്നത് സുന്നത്ത് നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയതിനെ ഖളാ വീട്ടുക എന്ന ഉദ്ദേശത്തിലായിരുന്നു എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനാ കർമ്മങ്ങളിൽ ഫർളായത് നഷ്ടപ്പെടുമ്പോൾ മാത്രമായിരുന്നില്ല ഖളാ ചെയ്തിരുന്നത്, അതിനെ എടുത്തു വീട്ടിയിരുന്നത്. മറിച്ച് സുന്നത്തായ റവാത്തിബ് സുന്നത്തുകൾ, നമസ്കാരത്തിലോ മറ്റു കർമ്മങ്ങളിലോ ആയി സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ വല്ല സാഹചര്യവശാലും നഷ്ടപ്പെട്ടു പോയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
അതിന് പരിഹാരമായി അതിന് ഖളാ കിട്ടുമായിരുന്നു. സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം, അസറിന്റെ സമയത്തുള്ള സുന്നത്ത് നമസ്കാരം, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേക തിരക്കുകളിലും സാഹചര്യങ്ങളിലും പെട്ട് നഷ്ടപ്പെട്ടു പോയതിനെ തുടർന്ന് ഖളാ കിട്ടിയതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ഒരു വർഷത്തിനിടക്ക് സുന്നത്താക്കപ്പെട്ട നോമ്പുകൾ, മശ്റൂആക്കപ്പെട്ട നോമ്പുകൾ ധാരാളമുണ്ട്. വല്ല കാരണവശാലും യുദ്ധ സാഹചര്യങ്ങൾ കാരണമായി നോമ്പനുഷ്ഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അത്തരം നോമ്പുകൾ മിസ്സായി പോയതിനെ തിരിച്ചുപിടിക്കുക എന്ന ഉദ്ദേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തിയിരുന്ന മാസം ശഅബാൻ ആയിരുന്നു എന്നതാണ്. മറ്റൊരു കാര്യം പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കാലത്ത് അവർക്ക് അവരുടെ പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ള നോമ്പുകൾ, ആ നോമ്പുകൾ അടുത്ത ഒരു റമദാൻ വരുന്നതിന് മുമ്പ് നോറ്റുവീട്ടൽ നിർബന്ധമുള്ള കാര്യമാണ്. ഒരു റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ അടുത്ത ഒരു റമദാൻ ആകുന്നതിന് മുമ്പ് നോറ്റുവീട്ടൽ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, റസൂലിന്റെ പ്രിയ പത്നിമാർ, വീട്ടാനുള്ള നോമ്പുകൾ നോറ്റു വീട്ടാനുള്ള അവസാന സന്ദർഭമായി കണ്ട് ശഅബാൻ മാസത്തെ ഉപയോഗപ്പെടുത്തുമായിരുന്നു. ആ സന്ദർഭത്തിൽ അവർക്ക് കൂട്ടായി വീട്ടിൽ ഒരു നോമ്പിന്റെയും ആരാധനയുടെയും ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നോമ്പ് നോൽക്കുന്ന കുടുംബം ആരാധനകളുടെ പുണ്യവും അതിന്റെ ചൈതന്യവും പകരുന്ന ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ നോമ്പുകൾ വർദ്ധിപ്പിച്ചതാണ് എന്ന നിരീക്ഷണങ്ങളും ഹദീസ് വിശാരദന്മാർ രേഖപ്പെടുത്തിയതായിട്ട് നിരീക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ സവിശേഷമായ ഒരു സാഹചര്യമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. ആ ശഅബാൻ മാസത്തിലെ നോമ്പിന്റെ അല്ലെങ്കിൽ അവിടെ നോമ്പെടുക്കുന്നതിന്റെ സവിശേഷതയായി പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നമ്മുടെ കർമ്മങ്ങളുടെ റിപ്പോർട്ട് ഒരു വർഷത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടുന്നത് ഈ ശഅബാൻ മാസത്തിലാണ് എന്നതാണ്. മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഹദീസുകൾ വ്യക്തമാക്കുന്നത്. മനുഷ്യരുടെ നമ്മുടെ കർമ്മങ്ങൾ ഓരോ ദിവസവും അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷിഫ്റ്റായിട്ടാണ് മലക്കുകൾ ആ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ഉത്തരവാദിത്വം. അങ്ങനെ അവർ മാറി മാറി സമയങ്ങൾ മാറി മാറി വരികയും വിട്ടുപോകുന്ന മലക്കുകൾ റിപ്പോർട്ടുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ദിനേനയുള്ള ഒരു റിപ്പോർട്ടിംഗ് നമ്മുടെ കർമ്മങ്ങളെ കുറിച്ചുണ്ട്. അതുപോലെ തന്നെ വർഷത്തിലുള്ള ഒരു റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ അലസമായി അലംഭാവത്തോടുകൂടി നിരുത്തരവാദപരമായി മുന്നോട്ട് നയിക്കാവുന്ന ഒരു ജീവിതമോ ഒരായുസ്സോ വർഷങ്ങളോ മാസങ്ങളോ ദിവസങ്ങളോ മണിക്കൂറുകളോ പോലോ അല്ല നമ്മൾ ജീവിതത്തിൽ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അണു ഇടവിടാതെ അള്ളാഹുവിന്റെ മുമ്പിൽ, സാക്ഷാൽ അള്ളാഹുവിന്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളാണ് ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും നമ്മളെല്ലാവരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ടാലുമില്ലെങ്കിലും, നമ്മൾ ആഗ്രഹിച്ചാലുമില്ലെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ കർമ്മങ്ങൾ അനുനിമിഷങ്ങളിൽ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സംവിധാനത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. അതിനൊക്കെ മുകളിലാണ് നമ്മളൊന്ന് കണ്ണിമ വെട്ടിയാൽ, നമ്മളൊന്ന് അനങ്ങിയാൽ, നമ്മളൊന്ന് ശ്വാസോച്ഛ്വാസം നടത്തിയാൽ അതെല്ലാം അള്ളാഹുവിന്റെ കൺവെട്ടത്താലാണ്, അള്ളാഹുവിന്റെ നിരീക്ഷണത്തിന്റെ കീഴിലാണ് എന്നുള്ള യാഥാർത്ഥ്യം അതിനൊക്കെ മുകളിലുള്ള കാര്യമാണ്. അതുകൊണ്ട് വളരെ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടുന്ന, അങ്ങേയറ്റം മസ്ഊലിയത്ത് പ്രകടിപ്പിക്കേണ്ടുന്ന, ഉത്തരവാദിത്വ ബോധമുണ്ടാകേണ്ടുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത് എന്നതാണ് ഈ കാര്യം നമ്മോട് ബോധ്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം.
അങ്ങനെ നമ്മുടെ കർമ്മങ്ങളുടെ റിപ്പോർട്ടുകൾ ഒരു വർഷത്തിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മളുണ്ടല്ലോ ഏത് കാര്യവും അതിന്റെ ഒരു അവസാന സമയത്ത് ഒന്ന് മിനുക്ക് കൂട്ടൽ. ഒരു വർഷത്തിൽ നമ്മൾ നടത്തുന്ന ഏതൊരു ഏർപ്പാടിന്റെയും അതിൽ സംഭവിച്ചു പോയിട്ടുള്ള ന്യൂനതകൾ, അതിൽ സംഭവിച്ചു പോയിട്ടുള്ള നഷ്ടങ്ങൾ, അതിൽ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ, അതൊക്കെ നമ്മളൊന്ന് തേച്ചു മിനുക്കി ശരിപ്പെടുത്തുക. അവസാനം അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്താണ്, ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാകുന്ന സമയത്താണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് ശഅബാൻ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റസൂൽ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത് വളരെ സവിശേഷമായ സന്ദർഭമാണ്. ഏതായാലും റമദാൻ വരല്ലേ, റമദാൻ വരട്ടെ, എന്നിട്ട് നന്നാകാം, എന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാം, എന്നിട്ട് നമസ്കാരവും സക്കാത്തും സദഖയും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചിട്ടകൾ ആകാം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ, ഇതിങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുന്ന അത്ര നിസ്സാരമായ ഗൗരവമില്ലാത്ത സന്ദർഭമല്ല നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ അതാണ് പറയുന്നത്, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭം. അതുകൊണ്ട് നമ്മുടെ റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അതിന്റെ അവസാനത്തിൽ മേമ്പൊടിയായി വളരെ മികച്ച കുറെ പെർഫോമൻസുകൾ നമ്മുടേതായി അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നമുക്ക് ഉറപ്പുവരുത്തുന്ന, കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ നമുക്ക് നേടിത്തരുന്ന, അതിന് ഏറ്റവും ഉതകുന്ന മൂല്യമായി, ധാർമ്മിക സ്വഭാവ മൂല്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വബർ അഭ്യസിക്കുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞതായി, അസ്സൗമു ലീ വ അന അജ്സി ബിഹി, എല്ലാ കർമ്മങ്ങൾക്കുമുള്ള കണക്ക് ഉണ്ട്, എന്നാൽ കണക്കില്ലാത്ത അതെനിക്കുള്ളതാണ്, ഞാൻ കണക്കില്ലാതെ അതിന് പ്രതിഫലം നൽകുകയാണ് ചെയ്യുക എന്ന് നോമ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് എന്ന് ആലോചിച്ചാൽ, നോമ്പെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സ്വബറിന്റെ മാസമാണ്. സ്വബറിനെ കുറിച്ചാണ് കഴിഞ്ഞ ഒരു ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് സ്വബറിന്റെ മാസമാണ്. സ്വബറിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ പ്രതിഫലം പൂർത്തീകരിച്ചു നൽകുന്ന സ്വഭാവശീലം എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്വബർ പുലർത്താനും സ്വബർ അഭ്യസിക്കാനുമുള്ള സവിശേഷമായ സന്ദർഭമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. ഇതിലെ അഭ്യസിക്കുന്ന, ഇവിടെ പെർഫോം ചെയ്യുന്ന ആ സ്വബറിന്റെ കരുത്തിലാണ് റമദാൻ മാസത്തിൽ സ്വബറിനും സിയാമിനും ഒക്കെയുള്ള പൂർണ്ണമായ പ്രതിഫലങ്ങൾ നമ്മൾ നേടിയെടുക്കുക. അതുകൊണ്ട് ഇത് നിർബന്ധമുള്ള കാര്യമല്ല, ഐച്ഛികമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിക്കുകയും റസൂലിനെ പിൻപറ്റിക്കൊണ്ട് പിന്നീട് സഹാബത്തും സലഫുസ് സ്വാലിഹുകളും അനുധാവനം ചെയ്തു പോരുകയും ചെയ്തിട്ടുള്ള ഒരു സവിശേഷമായ കർമ്മത്തെ, ഒരു സവിശേഷമായ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഉത്ബോധനമാണ് ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സാധ്യമാകുന്നവർ നോമ്പ് മാത്രമല്ല, മറ്റനേകം സൽക്കർമ്മങ്ങളിലൂടെ ധന്യമാക്കേണ്ടുന്ന സമയങ്ങൾ, ദിവസങ്ങൾ, അതാണ് ഈ ശഅബാൻ മാസത്തിൽ കടന്നു പോകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലൂടെയാണ് നമ്മൾ റമദാനിലേക്ക് ഒരുങ്ങുന്നത്. സ്വബർ ഉണ്ടാകുന്നത് സ്വബർ ശീലിക്കുന്നതിലൂടെയാണ്, സ്വബർ പരിശീലിക്കുന്നതിലൂടെയാണ്. പരിശീലിച്ചുണ്ടാക്കേണ്ടുന്നതാണ് സ്വബർ എന്ന് പറയുന്നത്. 17 വർഷക്കാലത്തെ ഉപരോധത്തിന് കീഴിൽ ഞെങ്ങി അമരേണ്ടി വന്നപ്പോൾ തങ്ങൾ പരിശീലിച്ചെടുത്ത സ്വബറാണ്, സബാത്താണ് ഗസയിൽ ഫലസ്തീനികൾ പ്രയോഗിച്ചത്. അതിന്റെ മുമ്പിലാണ് പരാജയം, ശത്രുവിന്റെ പരാജയം ഉണ്ടായത്. ആ സ്വബറിന്റെ ആനുകൂല്യം കൊണ്ടാണ് അവർ വിജയം നേടിയെടുത്തത് എന്നല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ സഹായമാണെങ്കിൽ, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വിജയമാണെങ്കിൽ, അത് യഥാർത്ഥത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാവുക എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുർകും, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. അപ്പോ അങ്ങോട്ട് സഹായിച്ചാൽ അള്ളാഹു ഇങ്ങോട്ട് തിരിച്ചും സഹായിക്കും. അതിനുശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വയുസബ്ബിത് അഖ്ദാമക്കും,
നിങ്ങളെ സഹായിക്കുക മാത്രമല്ല, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും സത്യത്തിന്റെ മാർഗത്തിൽ. നിങ്ങളുടെ അവകാശങ്ങളുടെ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിന്റെ മാർഗത്തിൽ തോറ്റു ഭയപ്പെട്ട് പിന്മാറാതെ പാദങ്ങൾ അടിയുറപ്പിച്ചു നിർത്തും അള്ളാഹു. ആ സബാത്താണ് അള്ളാഹു യഥാർത്ഥത്തിൽ, ആ സ്വബറാണ് അള്ളാഹു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വിജയം എന്ന് പറയുന്നത്. സ്വബർ അങ്ങോട്ട് പുലർത്തുകയും അള്ളാഹു തിരിച്ചിങ്ങോട്ട് തിരിച്ചു തരികയും ചെയ്യുന്ന ഒരു സ്വഭാവ മൂല്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഗസയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യഥാർത്ഥത്തിൽ വിലയിരുത്തിയാൽ അള്ളാഹു എങ്ങനെയാണ് അവരെ സഹായിച്ചത്? ഒക്ടോബർ 7 ഒരു തൂഫാനുൽ അഖ്സയിലെ ഒരു ആക്രമണത്തിന് മാത്രം ശേഷിയുള്ള ഗസക്കാരായിരുന്നുവെങ്കിൽ അവർ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുക. കാരണം ഒക്ടോബർ 7 ശേഷം നടന്നിട്ടുള്ളത് ലോകത്തെ ഒരു രാജ്യത്തിനും ഒരു ജനസമൂഹത്തിനും താങ്ങാൻ കഴിയാത്ത അത്ര വിധമുള്ള ആയുധ പ്രയോഗങ്ങളാണ് ഗസക്ക് നേരെ നടന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ UN കണക്കെടുപ്പിന് ശേഷം പുറത്തു വന്നിട്ടുള്ള ഇന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ക്രൂരമായ ആയുധ പ്രയോഗത്തിന് ശേഷം അതിന്റെ അവശിഷ്ടങ്ങൾ തുടച്ചു നീക്കാൻ തന്നെ 5 കോടി ടൺ വരുന്ന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ തന്നെ 20 വർഷം എടുക്കുമെന്നാണ് UN കണക്ക് പറഞ്ഞിട്ടുള്ളത്. ട്രംപ് പുനർനിർമ്മാണത്തിന് 10 വർഷമെങ്കിലും എടുക്കുമെന്നാണ് കണക്ക് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും കാലം കൊണ്ട് തിരിച്ചു പിടിക്കേണ്ടുന്ന ഒരു സാഹചര്യം, ദയനീയമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയ, വലിയ ഒരു തകർച്ചയുണ്ടാക്കിയ ഒരാക്രമണത്തിന് മുന്നിൽ 1.5 വർഷക്കാലം 480ഓളം ദിവസങ്ങൾ ഒരു സമൂഹം ഒരു ദിവസത്തെ ആക്രമണം നടത്തിയെന്നല്ല, അതിനുശേഷം 480 വർഷം ലോകത്തോട് മുഴുവൻ പോരാടി പിടിച്ചു നിന്നു. അടിപതറാതെ, കാലുകൾക്ക് ഇടർച്ച സംഭവിക്കാതെ സ്ഥൈര്യത്തോടെ നിലയുറപ്പിക്കാനായി എന്നതാണ് ഗസയുടെ വിജയം എന്ന് പറയുന്നത്. അത്തരം വിജയങ്ങൾ അള്ളാഹു ഒരുക്കി തരും. ആ സ്വബർ പക്ഷേ പരിശീലിച്ചെടുക്കേണ്ടതാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലൂടെ, ത്വാഅത്തുകളിലൂടെ, ഖുർബാത്തുകളിലൂടെ, ആരാധനാനുഷ്ഠാനങ്ങളിലൂടെ, അള്ളാഹുവിലേക്ക് സാമീപ്യം നേടാനുള്ള സവിശേഷമായ അനുഷ്ഠാനങ്ങളിലൂടെയാണ് ആ സ്വബറിനുള്ള ശേഷി സ്വായത്തമാക്കാൻ കഴിയുക. അങ്ങനെ ത്വാഅത്തിനും ഖുർബാത്തിനുമുള്ള സീസണാണ് കടന്നു വന്നിരിക്കുന്നത്. റമദാൻ മാത്രമല്ല, ആരാധനാനുഷ്ഠാനങ്ങളുടെയും പുണ്യങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും പൂക്കാലം എന്ന് പറയുന്നത്. അതിനു മുമ്പ് ശഅബാൻ മാസം തന്നെ അങ്ങനെ സ്വബർ പരിശീലിക്കാനുള്ള, സൗമ പരിശീലിക്കാനുള്ള, മറ്റനേകം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള, ആ സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിൽ നിന്ന് നമ്മൾ ധാരാളമായി അകന്നുപോയതിൽ നിന്ന് തിരിച്ചു നടന്ന് അള്ളാഹുവിലേക്ക് സാധ്യമാകുന്നത്ര അള്ളാഹുവിലേക്ക് അടുത്ത് വന്നു ചേർന്ന് നിൽക്കാനുള്ള സന്ദർഭമായി ശഅബാൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. എത്ര അകലത്തേക്കാണ് അള്ളാഹുവിൽ നിന്ന്, ദൈവ സാമീപ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ ആത്മവിചാരണ നടത്തേണ്ടുന്ന സന്ദർഭമാണ്. നമ്മുടെ ഡെയിലി ലൈഫിന്, ദൈനംദിന ജീവിതത്തെ കുറിച്ച് ഒരു ദിവസം എന്തൊക്കെയാണ് ഞാൻ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പരിശോധന നടത്തിയിട്ട് ഞാൻ എത്ര അകലെയാണ് അള്ളാഹുവിൽ നിന്ന്, എന്നെ സഹായിക്കേണ്ടുന്ന, എന്റെ ജീവിതത്തിൽ എനിക്ക് വിജയം നൽകേണ്ടുന്ന, സഹായം നൽകേണ്ടുന്ന, അനുഗ്രഹങ്ങൾ ചൊരിയേണ്ടുന്ന അള്ളാഹുവിൽ നിന്ന് ഞാൻ എത്ര അകന്നു പോയിരിക്കുന്നു എന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ആ അകലം കുറച്ചു കൊണ്ടുവരാനുള്ള അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഈ സീസണെ ഉപയോഗപ്പെടുത്താനുള്ള ജാഗ്രതയും തീരുമാനവും ഇച്ഛാശക്തിയും പ്രകടിപ്പിക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. അള്ളാഹു അതിന് നമുക്ക് കരുത്തും തൗഫീഖും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا
يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم بارك لنا فيما بقي من شعبان وبلغنا شهر رمضان. اللهم بلغنا شهر رمضان. اللهم بلغنا شهر رمضان. اللهم وفقنا فيه للصيام والقيام والصلاة وسائر الأعمال الصالحة يا أرحم الراحمين. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا في غزة. اللهم إنهم جياع فأطعمهم. اللهم إنهم حفاة فاحملهم. اللهم إنهم ظمآن فاسقهم. اللهم تقبل شهداءهم. اللهم داو جرحاهم. اللهم اشف مرضاهم يا أرحم الراحمين يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.